അക്കൗണ്ടൻസി ക്ലാസ് +1 ചാപ്റ്റർ 1 നമ്മൾ ഇതുവരെ 4 വീഡിയോസ് കഴിഞ്ഞു. അഞ്ചാമത്തേതാണ് ഈ വീഡിയോ. നമ്മൾ അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട ടേംസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തുടരാം. മിക്കവാറും ഈ വീഡിയോയോടുകൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്ന് കരുതുന്നു. അക്കൗണ്ടിങ്ങിലെ ബേസിക് ടേംസ് ഏതൊക്കെ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞു എന്നുള്ളതൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടേമായ എൻറ്റൈറ്റി നോക്കി, ട്രാൻസാക്ഷൻസ് നോക്കി, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞു. സെയിൽസ് ആൻഡ് റവന്യൂ നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കി. എക്സ്പെൻസസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇതും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് നോക്കുകയുണ്ടായി. ഇനി ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്, അതോടൊപ്പം തന്നെ ഗെയിൻ. നേരത്തെ പറഞ്ഞു പ്രോഫിറ്റും ഗെയിനും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ടേമാണ്. പക്ഷെ അക്കൗണ്ടിങ്ങിൽ നമുക്കതിനെ ശ്രദ്ധയോടെ ആ ഡിഫറൻസ് മനസ്സിലാക്കി യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ നമുക്കത് നോക്കാം. ആദ്യമായി പ്രോഫിറ്റ് നോക്കാം. ദ എക്സസ് ഓഫ് റവന്യൂസ് ഓഫ് എ പീരിയഡ് over its related expenses. So excess of revenue against its related expenses. The excess of revenue of a period over its related expenses during an accounting period, an accounting year, is profit. നമ്മൾ പ്രോഫിറ്റ് നമുക്കെല്ലാം അറിയാം. എക്സസ് ഓഫ് റവന്യൂ ആണ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസസ്. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ്. ഒരു വർഷത്തിൽ ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റിക്ക് കിട്ടുന്ന വരുമാനമുണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. സോ റവന്യൂ ഉണ്ട്, കറസ്പോണ്ടിങ് എക്സ്പെൻസസ് ഉണ്ട്. റവന്യൂ എങ്ങനെയാണ്? നമ്മൾ സെയിൽസ് റവന്യൂ നമ്മൾ പറഞ്ഞു. സെയിൽസ് അല്ലാതെയുള്ള റെന്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഇതെല്ലാം റവന്യൂവിൽ വരും. ഈ റവന്യൂ അതുമായിട്ട് റിലേറ്റഡ് എക്സ്പെൻസ്. സോ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. എക്സ്പെൻസസിന്റെയും ഡെഫിനിഷൻ നമ്മൾ നോക്കിയിരുന്നു. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകളാണ്. സോ റവന്യൂ മൈനസ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. സോ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഓണേഴ്സ്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ മുമ്പോട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ഈ ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലിലോട്ടാണ് ആ എമൗണ്ട് ആഡ് ചെയ്യുക. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റും എന്തുണ്ടാവും? ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ദ പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഓണേഴ്സ്. അതാണ് അതുകൊണ്ട് മനസ്സിലാക്കുക. ഇനി ഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോഫിറ്റും ഗെയിനും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഗെയിൻ എന്ന് നോക്കാം. A profit that arises from events or transactions which are incidental to business, such as sale of fixed assets, winning a court case, appreciation in the value of an asset, is called gain. നമ്മൾ സാധാരണ ഓപ്പറേഷനുകളിൽ, ബിസിനസിന്റെ ഓപ്പറേഷനുകളിൽ കൂടാതെ
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന ചില വരുമാനങ്ങൾ. So a profit that arises from events or transactions which are incidental to business such as sale of a fixed asset. ഒരു ഫിക്സഡ് അസറ്റ് അതിന്റെ അതായത് ഒരു മോട്ടോർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ അതിന്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ആ ഫിക്സഡ് അസറ്റ് വേണ്ട, അപ്പൊ നമ്മൾ വിൽക്കുമ്പോൾ അതിനൊരു ബുക്ക് വാല്യൂ ആണ്. അതായത് അതിന്റെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആയിരിക്കും അതിന്റെ ബുക്ക് വാല്യൂ. ആ ബുക്ക് വാല്യൂയേക്കാളും കൂടുതലാണ് നമുക്ക് ഇതിന് വിൽക്കുമ്പോൾ വില കിട്ടുന്നതെങ്കിൽ അത് ഗെയിൻ ആണ്. അതുപോലെ തന്നെ ലാൻഡിന്റെയോ ബിൽഡിങ്ങിന്റെയോ കാര്യത്തിലും ഇതേ പ്രിൻസിപ്പിൾ തന്നെ വരും. പിന്നെ ചില കേസുകളൊക്കെ കോടതിയിൽ അങ്ങനെ വാദിച്ചുകൊണ്ട് കിടന്നിരുന്നു. കിട്ടാക്കടവായിട്ടുള്ളത് കിട്ടാൻ വേണ്ടി നമ്മൾ കേസ് കൊടുത്തു, അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, അത് കോടതി നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നു. സോ വിന്നിങ് എ കോർട്ട് കേസ്. പിന്നെ അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. നമുക്കൊരു ലാൻഡും ബിൽഡിങ്ങും ഉണ്ട്. ലാൻഡ് പ്ലസ് ഫാക്ടറി ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇതിന് നമുക്കറിയാം ഓവർ പീരിയഡ് ഓഫ് ഇയേഴ്സ് ഈ ലാൻഡിന്റെ വില കൂടി വരും. അപ്പോ എന്തായി, ഒരു 3 years കൊണ്ട് ലാൻഡിന്റെ വില പെർസെന്റ് അല്ലെങ്കിൽ ടോട്ടൽ ഒരു 1 crore ആയിരുന്നു ലാൻഡിന്റെ വിലയെങ്കിൽ ഒരു 3 years കൊണ്ട് ആ പ്രദേശത്തുള്ള ലാൻഡിന് വില കൂടി ഒരു 30% കൂടി. അപ്പോൾ 1,30 lakhs ആയി ടോട്ടൽ വാല്യൂ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ലാൻഡിന്റെ വില ചുറ്റും കൂടിയപ്പോൾ അപ്രീസിയേഷൻ ഉണ്ടായി, നമ്മുടെ ലാൻഡിനും അപ്രീസിയേഷൻ ഉണ്ടായി. അപ്പൊ ഈ അപ്രീസിയേഷൻ ഇതും ഗെയിനിന്റെ കൂട്ടത്തിൽ വരും. അപ്പൊ അതാണ് പ്രോഫിറ്റും ഗെയിനും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ, സെയിൽസ് അതുപോലുള്ള ഓപ്പറേഷൻസ് നടത്തിയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കിട്ടുന്ന ഫീസ്, അതിൽ നിന്നും അതിന്റെ എക്സ്പെൻസസ്, കറസ്പോണ്ടിങ് എക്സ്പെൻസസ്, റിലേറ്റഡ് എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. സാധാരണ ഗെയിൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോഴോ ഒരു കോർട്ട് കേസ് വിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാൻഡിന്റെ വാല്യൂവിൽ അപ്രീസിയേഷൻ ഉണ്ടാകുമ്പോഴോ ഉണ്ടാകുന്ന ആ മൂല്യവർദ്ധനവ്, അതാണ് ഗെയിൻ എന്ന് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടേം ആണ് ലോസ്. ലോസ് എന്ന് പറയാൻ നമുക്കറിയാം നഷ്ടത്തിന് പറയുന്ന വാക്കാണ് ലോസ്. ഈ ലോസ് എന്ന് പറഞ്ഞാൽ അതും നമുക്കറിയാം പ്രോഫിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ പ്രോഫിറ്റിന്റെ ഡെഫിനിഷന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലോസിന്റെ ഡെഫിനിഷൻ. The excess of expenses of a period over its related revenue is termed as loss. ഒരു അക്കൗണ്ടിങ് ഇയറിലോ അക്കൗണ്ടിങ് പീരിയഡിലോ വരുന്ന റവന്യൂവിന് മുകളിലുള്ള എക്സ്പെൻസസ്. അപ്പൊ എക്സ്പെൻസസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്, റവന്യൂ കുറവായിരിക്കും. അപ്പൊ അത് ലോസ് ആണ് സ്വാഭാവികമായിട്ടും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ നേരെ തിരിച്ചുള്ള വേർഡിങ്സ് ആണ്. എന്താണ്? The excess of revenue of an accounting period over its related expenses is termed as profit എന്നാണ് പറയുന്നത്. പ്രോഫിറ്റിന് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ, അതായത് വരുമാനം, മൈനസ് എക്സ്പെൻസസ്, ചെലവ്. അപ്പൊ ഈ എക്സ്പെൻസസ് റവന്യൂവിനേക്കാളും കൂടി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എക്സ്പെൻസസ് ഗ്രേറ്റർ ദാൻ റവന്യൂ, പ്രോഫിറ്റ്
നെഗറ്റീവ് ആകും. നെഗറ്റീവ് പ്രോഫിറ്റിനാണ് ലോസ് എന്ന് പറയുന്നത്. ഈക്വൽ ടു ലോസ്. അത്രേ ഉള്ളൂ. It also refers to money or money's worth lost without receiving any benefit in return. ചില സന്ദർഭങ്ങളിൽ നമുക്ക് കച്ചവടത്തിന്റെ നഷ്ടമല്ലാതെ, കച്ചവടത്തിൽ നിന്നുണ്ടാകുന്ന നഷ്ടമല്ലാതെ ചില ഇൻസിഡൻസ് കൊണ്ട് നഷ്ടം ഉണ്ടാകാം. ഒരു തെഫ്റ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു ഫയർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാമിറ്റി വന്ന് ഇതിന്റെ അസറ്റ്സ് നാശം വരുന്നു. അതായത് ഒരു ഫേമിന്റെ, ബിസിനസ് എൻറ്റിറ്റിയുടെ അസറ്റ്സിന് നാശം വരുന്നു, അല്ലെങ്കിൽ പൈസ കട്ടുകൊണ്ട് പോകുന്നു, സ്റ്റോക്ക് ഇരിക്കുന്ന സാധനങ്ങൾ കട്ടുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ചൊരു ബെനിഫിറ്റും ഇല്ലാതെ നമ്മളുടെ അസറ്റ് അല്ലെങ്കിൽ അതിന്റെ മണി, പൈസ കട്ടുകൊണ്ട് പോകും, പൈസ പോകുന്നു, അല്ലെ ഈക്വലന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, പൈസക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റു സാധനങ്ങൾ പോകുന്നു. അങ്ങനെ വരുന്നത് നമ്മൾ ലോസ് ആയിട്ട് കണക്കുകൂട്ടും. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ലോസ് ഓൺ ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മൾ ഗെയിൻ പഠിച്ചപ്പോൾ ഫിക്സഡ് അസറ്റ്സിന്റെ വില, അതായത് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, WDV എന്ന് പറയും, റിട്ടേൺ ഡൗൺ, ബുക്കിൽ എഴുതിയിരിക്കുന്ന വില. അതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് ഗെയിൻ ആയിട്ട് നമ്മൾ കണക്കാക്കി. പക്ഷെ അതിൽ കുറവാണെന്ന് വെച്ചു, ഒരു ഫോർ എക്സാമ്പിൾ ഒരു അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 10,000 ആണെങ്കിൽ നമുക്ക് അത് വിറ്റപ്പോൾ കിട്ടിയത് 8,000 കിട്ടിയുള്ളെങ്കിൽ 2,000 അവിടെ ലോസ് ആണ്. അപ്പോൾ അസറ്റ്സിന്റെ വിൽപ്പനയിൽ വരുന്ന നഷ്ടവും ലോസ് ആയിട്ട് കണക്കാക്കാം. ഇറ്റ് ഡിക്രീസസ് ഓണേഴ്സ് ഇക്വിറ്റി. ഈ ലോസ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഇക്വിറ്റി, ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ലാഭത്തിന്റെ അവിടെ സംഭവിച്ചത്, ലാഭം വരുമ്പോൾ ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ നമ്മൾ പഠിച്ചു. ഇവിടെ ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇത്രയാണ് ലോസിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടേമാണ് ഡിസ്കൗണ്ട് എന്നുള്ളത്. ഡിസ്കൗണ്ടും നമ്മൾ നിത്യജീവിതത്തിൽ കേട്ടിട്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ പേപ്പറിന്റെയൊക്കെ മുമ്പിൽ ഡിസ്കൗണ്ട് സെയിൽസിന്റെ പരസ്യങ്ങളാണ്. ഉദാഹരണം എന്താണ്? നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1000 രൂപ വിലയുള്ളൊരു ഒരു ഹൗസ് യൂട്ടൻസിൽ 800 രൂപയ്ക്ക് വിൽക്കുന്നു, പരസ്യമാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 1000 രൂപയാണ്, കറന്റ് പ്രൈസ് 800 ആണ്. അപ്പൊ നമുക്കവിടെ 200 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയും. ഇത് മനസ്സിലാക്കാം അല്ലെ? ഇതൊരു തരം ഡിസ്കൗണ്ടാണ്. ഇനി വേറൊരു തരം ഡിസ്കൗണ്ട്, ഒരു സ്ഥാപനം, കച്ചവട സ്ഥാപനം വേറൊരു സ്ഥാപനത്തിൽ നിന്ന് കച്ചവട ആവശ്യത്തിനായിട്ട് 1 lakh rupees-നുള്ള, എത്ര, 1 lakh rupees-നുള്ള പർച്ചേസ് നടത്തുന്നു. ക്രെഡിറ്റ് പീരിയഡ് 3 months ആണ്. ക്രെഡിറ്റിലാണ് പർച്ചേസ് നടത്തിയിരിക്കുന്നത്. 3 months കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ വില കൊടുത്താൽ മതി. 3 months ആയപ്പോൾ പിന്നെ അവര് വിറ്റ സ്ഥാപനം അവർ പറയാണ് നമുക്ക് 95,000 പേ ചെയ്താൽ മതി. എത്ര? 95,000 പേ ചെയ്താൽ മതി. അപ്പം നമുക്കവിടെ ഒരു ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നു. എത്ര രൂപയുടെ? 5,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് ഡിസ്കൗണ്ട് ഒന്ന് മനസ്സിലാക്കുക. ഇതിൽ ഒന്നിന് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് എന്നും രണ്ടാമത്തേന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുമാണ്. അപ്പോ ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്? ഈസ് ഓഫേർഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. ആ വിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുകയാണ്. അത് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഓഫേർഡ് അറ്റ് ദ ടൈം ഓഫ് സെറ്റിൽമെന്റ് ടൈം ഓഫ് ട്രാൻസാക്ഷൻ. സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഡിസ്കൗണ്ട് വന്നേക്കുന്നത്, നമുക്ക് ബാധകമാകുന്നത്. അപ്പൊ അതിന് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ജനറലി പറയുമ്പോൾ ഡിസ്കൗണ്ട് ഈസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഡിസ്കൗണ്ട് ഈസ് എ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ്, ഒറിജിനൽ പ്രൈസിൽ നിന്ന്
താഴ്ത്തി വില പറയുന്നതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അത് രണ്ട് രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കി. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ഇതിന് രണ്ടിനും നമ്മൾ അക്കൗണ്ടൻസിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രാധാന്യമുണ്ട്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അടുത്ത ടേമിലോട്ട് പോവാം. അടുത്ത ടേമാണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. വൗച്ചേഴ്സും നമ്മൾ കേട്ടിരിക്കാനിടയുണ്ട്. എന്താണ് വൗച്ചേഴ്സ്? നമ്മൾ ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞു. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ, രണ്ട് എൻറ്റിറ്റികൾ, രണ്ടോ അതിലധികമോ എൻറ്റിറ്റികൾ തമ്മിലുള്ള ഇടപാടുകൾക്കാണ്. അതായത് സാമ്പത്തിക മൂല്യം അടങ്ങിയിട്ടുള്ള ഇടപാടുകൾക്ക്, സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള ഇടപാടുകൾക്കാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനൊരു എവിഡൻസ് വേണം. ഒരാള് വേറൊരാളിൽ നിന്ന് സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനം ഒരു പർച്ചേസ് നടത്തി. നമുക്ക് അക്കൗണ്ടിങ് ടൈംസിൽ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ ഒരു എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റിയുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, പർച്ചേസോ സെയിലോ. പക്ഷെ ഇത് നടന്നു എന്നുള്ളതിനൊരു തെളിവ് വേണം, എവിഡൻസ് വേണം. ഈ എവിഡൻസ് ഡോക്യുമെന്റ് ചെയ്യണം. സോ documentary evidence in support of a transaction is known as voucher. ഇത്രേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾ പറയുന്നു, ഇഫ് യു ബൈ ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ ക്യാഷ് പർച്ചേസ് ആണ് നടത്തുന്നതെങ്കിൽ വി ഗെറ്റ് ക്യാഷ് മെമ്മോ. ഉടനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യുന്നു, അവരൊരു ക്യാഷ് മെമ്മോ തരുന്നു. ആ ക്യാഷ് മെമ്മോ കൊണ്ടുപോയി നമ്മൾ ക്യാഷ് കൗണ്ടറിൽ കൊണ്ട് പേ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെൻ വി മേക്ക് ദ പേയ്മെന്റ് വി ഗെറ്റ് എ റെസീപ്റ്റ്. ഇനി ക്യാഷ് പർച്ചേസ് അല്ല, ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തുന്നത്. സോ വെൻ വി ഗെറ്റ് എ ക്രെഡിറ്റ് പർച്ചേസ് വി ഗെറ്റ് എൻ ഇൻവോയ്സ്. സോ ഈ ക്യാഷ് മെമ്മോയും ഇൻവോയ്സും ഒരേ മീനിങ് ഉള്ള സാധനമാണ്. ക്യാഷ് മെമ്മോ നമ്മൾ റെഡി ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സോ ഇൻവോയ്സ് നമ്മൾ പേ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് റെസീപ്റ്റ്. സോ ഇതൊക്കെയാണ് ഈ ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, റെസീപ്റ്റ്, ഇതെല്ലാം വൗച്ചേഴ്സിന്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. ക്ലിയർ? ഇനിയുള്ള ടേം ഗുഡ്സ് എന്നുള്ളതാണ്. ഗുഡ്സ്. ഈ ഗുഡ്സിന് പല വകഭേദങ്ങളുണ്ട് അക്കൗണ്ടൻസിയിൽ വരുമ്പോൾ. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽപ്പന ചരക്ക്. ഒരു കച്ചവട സ്ഥാപനത്തിനെ, ഒരു ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന ചരക്കിനാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കാനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സാധനം, അത് വിറ്റാണ് നമ്മൾ റവന്യൂ ഏൺ ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം, നമ്മളുടെ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം റവന്യൂ ഏൺ ചെയ്യുന്നത് ഈ ഗുഡ്സിനെ വിറ്റിട്ടാണ്. നമ്മുടെ കച്ചവട സാധനമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഡക്ട്സ് ഇൻ വിച്ച് ദ ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്, ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ്. നമ്മൾ ആദ്യമേ നമ്മളുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വഴിയോര കച്ചവടക്കാരൻ്റെയും സാധാരണ ഒരു സ്റ്റാൾ ഇട്ടുള്ള കച്ചവടക്കാരൻ്റെയും ഒരു ട്രേഡിംഗ് ഫേമിൻ്റെയും ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെയും എല്ലാം ഓർമ്മ ഇവിടെ വരണം. അപ്പോൾ ഈ ഗുഡ്സിന് തന്നെ പല കോണ്ടെക്സ്റ്റിൽ പല പേരുകൾ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന രീതിയിലുള്ള പേരുകൾ വരും. ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധനം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ വാങ്ങിച്ചത്. പക്ഷെ അക്കൗണ്ടൻസിയിൽ നമ്മൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഉടനെ അതിന്റെ മീനിങ് ഗുഡ്സ് എന്ന് ഓർത്തോളൂ.
നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ്. സോ വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, അതാണ് പർച്ചേസ് എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊരു എന്താണ്, വെർബാണ് നോർമലി, പക്ഷെ അതിവിടെ ഒരു ഗുഡ്സ് പർച്ചേസ്ഡ് എന്നുള്ള നൗൺ ആയിട്ട് മാറുന്നു. ഡ്രോയിങ്സ് ഇതുപോലെ തന്നെ ഒരു വെർബാണ്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത്, വിത്ഡ്രോ ചെയ്യുന്നത് സാധനങ്ങളിൽ നിന്ന്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വിൽക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിൽ നിന്ന് അതിന്റെ ഓണർ തന്നെ കുറച്ച് സാധനം വീട്ടിൽ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയി. അപ്പൊ അതിന് പറയുന്നതാണ് ഡ്രോയിങ്സ്. വാല്യൂ ഓഫ് ഗുഡ്സ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ് ബൈ ദ ഓണർ, ഡ്രോയിങ്സ്. അപ്പൊ അതും ഗുഡ്സ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാലും നമ്മൾ മീൻ ചെയ്യേണ്ടത് ഗുഡ്സ് പർച്ചേസ്ഡ്. ഇനി സ്റ്റോക്ക്, അത് എന്തായാലും ഗുഡ്സ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. വാല്യൂ ഓഫ് ഗുഡ്സ് സ്റ്റോർഡ് റെഡി ഫോർ സെയിൽസ്, നമ്മൾ വിൽക്കാനായിട്ട് വാങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് ഗുഡ്സ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക്. അപ്പോൾ സെയിൽസിനോ മാനുഫാക്ചറിങ്ങിനോ, ഒരു ട്രേഡിംഗ് ഫേം ആണെങ്കിൽ ഇറ്റ് ഇസ് ഫോർ സെയിൽസ്. മാനുഫാക്ചറിങ്, ചിലപ്പോൾ മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചേക്കും. അത് വെച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനെ പ്രോസസ് ചെയ്ത് ഫിനിഷ് ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് വിൽക്കും. അപ്പോൾ ഇതെല്ലാം സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഗുഡ്സ് എന്നുള്ള ഇതിന്റെ വകഭേദമാണെന്ന് ഓർക്കണം. ഇനി സെയിൽസ്. സെയിൽസ് എന്താണ്? കച്ചവടം. കച്ചവടം എന്നുള്ള രീതിയിൽ നമ്മൾ റവന്യൂ എന്നുള്ള ഇതിൽ നമ്മളത് മനസ്സിലാക്കി. പക്ഷെ അതിനെ ഗുഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഏത് ഗുഡ്സ്? വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ്. അതാണ് ഒരു ബിസിനസ് എന്റിറ്റിയുടെ ഒരു വർഷത്തെ സെയിൽസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സെയിൽസ് റവന്യൂ. നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പം ഈ ഗുഡ്സിന്റെ വകഭേദങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് വളരെ പ്രയോജനപ്പെടും. ഓക്കെ സ്റ്റുഡൻസ്, ഇവിടെ ഒന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ഏതൊക്കെ ടേംസ് പഠിച്ചു കഴിഞ്ഞു? എൻറ്റൈറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചു. എൻറ്റൈറ്റി എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും എൻറ്റൈറ്റി എന്ന് പറഞ്ഞു. എൻറ്റിറ്റി ആണ് കറക്റ്റ് കേട്ടോ. ഞാനത് തിരുത്തുന്നു. എൻറ്റിറ്റി, ENTITY. നമ്മുടെ വീഡിയോ കണ്ട ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അത് തിരുത്തി തന്നു. സോ നമ്മൾ അതിനെ എൻറ്റിറ്റി, ശ്രദ്ധിച്ചോളണം. ഞാൻ എൻറ്റൈറ്റി എന്ന് എല്ലാ വീഡിയോയിലും പറഞ്ഞു. അത് ഇനി ഞാനത് തിരുത്തുന്നു. സോ എൻറ്റിറ്റി നമ്മൾ പഠിച്ചു. ട്രാൻസാക്ഷൻ നമ്മൾ മനസ്സിലാക്കി. അസറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ലയബിലിറ്റീസ് അറിയാം. ക്യാപിറ്റൽ അറിയാം. സെയിൽസ് ആൻഡ് റവന്യൂ അറിയാം. എക്സ്പെൻസസ് ആൻഡ് എക്സ്പെൻഡിച്ചർ നല്ലപോലെ അറിയാം. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അറിയാം. ലോസ് എന്താണെന്നറിയാം. ഡിസ്കൗണ്ട് എന്താണെന്നറിയാം. വൗച്ചർ അറിയാം. ഗുഡ്സിന്റെ വകഭേദങ്ങളായിട്ട് ഗുഡ്സിനെ മനസ്സിലാക്കി. ഗുഡ്സിന്റെ വകഭേദങ്ങളായിട്ട് ഡ്രോയിങ്സ്, പർച്ചേസ് ആൻഡ് സ്റ്റോക്ക് നമ്മൾ മനസ്സിലാക്കി. റൈറ്റ്. ഡെപ്റ്റ്. ഇനി നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പൊ ഇതോടുകൂടി ഈ രണ്ട് ടേംസോടുകൂടി നമ്മൾ ആ അക്കൗണ്ടൻസിയിൽ വരുന്ന മിക്കവാറും എല്ലാ ടേംസും നമ്മൾ മനസ്സിലാക്കി കഴിയും. ഈ ഓരോ ടേമും വളരെ കൃത്യതയോടെ ഓർത്തിരിക്കേണ്ടതാണ് ഫോർ നമ്മുടെ ഫ്യൂച്ചർ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ആ ബാക്കിയുള്ള രണ്ട് ടേംസ് കൂടെ നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്ന ടേമാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്താണ്? Debtors are persons and or other entities who owe to an enterprise an amount for buying goods and services on credit. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺസോ വ്യക്തികളോ മറ്റു സ്ഥാപനങ്ങളോ ആവാം.
എങ്ങനെയുള്ളവർ? അവര് മറ്റൊരു സ്ഥാപനത്തിന് they owe to an enterprise, കടപ്പെട്ടിരിക്കുന്നു, ഒരു തുക കടപ്പെട്ടിരിക്കുന്നു. എന്തിന്? സാധനങ്ങൾ മേടിച്ചതിന്റെ പേരിലോ സർവീസസ് യൂസ് ചെയ്തതിന്റെ പേരിലോ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. കടക്കാര്, ബാധ്യതക്കാര്. അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുകയോ സർവീസ് യൂസ് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തതിന്റെ പേരിൽ ആ സ്ഥാപനത്തിന് കടപ്പെട്ടിരിക്കുന്നെങ്കിൽ, പൈസ കൊടുത്തിട്ടില്ല, പൈസ കൊടുക്കാതെയാണ് സാധനങ്ങൾ വാങ്ങിയത് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്തത്, അപ്പൊ ആ സ്ഥാപനത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. ഇനി ഈ ഡെപ്റ്റേഴ്സ് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡില് എങ്ങനെ നമ്മളത് എവിടെ കാണിക്കും, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ദ ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് അഗൻസ്റ്റ് സച്ച് പേഴ്സൺസ് ഓർ എൻറ്റൈറ്റീസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ക്ലോസിംഗ് ഡേറ്റ്. ചിലപ്പോൾ അത് 31st ഡിസംബർ ആവാം, അല്ലെങ്കിൽ മാർച്ച് 31st ആവാം. 31st ഡിസംബർ ആവാം, അല്ലെങ്കിൽ 31st മാർച്ച് ആവാം, ഇല്ലെങ്കിൽ ഏതുമാകാം. ഇൻ ബിറ്റ്വീൻ ഒരു 6 മാസം കൂടുമ്പോൾ ക്ലോസ് ചെയ്യുന്നതാണ്, 3 മാസം കൂടുമ്പോൾ ക്ലോസ് ചെയ്യുന്നതാണ്, ചുരുക്കമായിട്ടെങ്കിലും. സോ എന്തെങ്കിലും അതാണ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പൊ ആ ഒരു ക്ലോസിംഗ് ഡേറ്റിൽ the total amount standing against such persons or entities on the closing date is shown in the balance sheet as sundry debtors. So balance sheet il sundry debtors ennu parnju ee total amount കാണിക്കും debtors inde, that is shown on the asset side of the balance sheet. ഇപ്പൊ ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിന് ഒരു സൈഡ് ലയബിലിറ്റി സൈഡാണ്. കൺവെൻഷണൽ ഇതിൽ ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റി സൈഡും റൈറ്റ് സൈഡ് അസറ്റ് സൈഡുമാണ്. ഈ അസറ്റ് സൈഡിൽ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഈ തുക കാണിക്കും. ഇതാണ്. അപ്പൊ ഇതാണ് ഡെപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ക്രെഡിറ്റേഴ്സ് നോക്കാം. Creditors are persons and or other entities, not entity, entities who have to be paid by an enterprise an amount for providing the enterprise goods and services on credit. അപ്പോൾ ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങളോ സർവീസസോ, സാധനങ്ങൾ വാങ്ങുകയോ സർവീസ് യൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങൾ തന്ന സ്ഥാപനത്തിന്റെ പേരാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ക്രെഡിറ്റർമാരുണ്ടെങ്കിൽ അവരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും ടോട്ടലായിട്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് who have to be paid by an enterprise an amount for providing the enterprise goods and services on credit. The total amount standing to the favor of such persons and or entities on the closing date is shown in the balance sheet as sundry creditors on the liabilities side. So total amount നമ്മൾ ഡെപ്റ്റേഴ്സിന്റെ ടോട്ടൽ എമൗണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എന്ന് പറഞ്ഞു. ക്രെഡിറ്റേഴ്സിൻ്റെത് ന്യായമായിട്ടും ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞായിരിക്കും ഇവരെ കാണിക്കും. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. സോ ഈ രണ്ട് ടേംസും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ രണ്ട് ടേംസ് മാത്രമല്ല, എല്ലാ ടേംസും നമ്മൾ ഇതുവരെ പഠിച്ച 20 ടേംസും ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ എഴുതാം, നോട്ട് ചെയ്തോളൂ. 70124 5313
91. ഇനി ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ 91 ആഡ് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ മറ്റ് ചാപ്റ്ററിലെ വിഷയങ്ങളുമായിട്ട് കാണാം. അതുവരെ നമസ്കാരം. താങ്ക് യു.